Hello all, welcome to episode 3 of Loan Flick series. ഞാൻ അശ്വതി, ഫോർമൽ റീജിയണൽ ഹെഡ് കേരള ഫ്രം WeMakeScholars. 2015 ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിന്റെ കീഴിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് WeMakeScholars. അബ്രോഡ് എഡ്യൂക്കേഷൻ സ്വപ്നം കാണുന്ന സ്റ്റുഡൻസിനെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആക്കാനായി ബോത്ത് സ്കോളർഷിപ്പ് ആൻഡ് എഡ്യൂക്കേഷണൽ ലോൺ സപ്പോർട്ട് നമ്മൾ പാസ്റ്റ് 9 years ആയിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓൾസോ ഞാൻ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് ബാങ്ക്സ് ഡിനൈ ചെയ്യുവാണെങ്കിൽ ഒട്ടും വൈകണ്ട താഴെ കാണുന്ന നമ്പറിൽ ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ലിങ്കിലുള്ള ഡിസ്ക്രിപ്ഷനിൽ ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യാം. ലോൺ ഫ്ലിക്സ് വെബ് സീരീസിൽ നമ്മൾ A to Z ഓഫ് എബ്രോഡ് എഡ്യൂക്കേഷണൽ ലോൺ ആണ് കവർ ചെയ്യുന്നത്. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത് അബ്രോഡ് എഡ്യൂക്കേഷൻ ലോൺ പ്രോസസ്സിനെ കുറിച്ചായിരിക്കും. We'll be covering ഗവൺമെന്റ് ബാങ്ക്സിൽ ലോൺ എടുക്കുന്നതിനായി ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്, പ്രൈവറ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ NBFCസിൽ അൺസെക്യൂർഡ് ലോൺ എടുക്കുന്നതിനായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്, ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അറേഞ്ച് ചെയ്യേണ്ടത്, ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒவ்வொரு ബാങ്കും എത്ര സമയമാണ് എടുക്കുന്നത്. സോ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് WeMakeScholars ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇതുപോലെ തന്നെ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് സ്റ്റാർട്ട്. ഗവൺമെന്റ് ബാങ്ക്സിൽ സെക്യൂർഡ് ലോൺ എടുക്കുന്നതിനായിട്ട് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. സോ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഗവൺമെന്റ് ബാങ്ക് 7.5 lakhs മുകളിൽ കൊലാട്രൽ ഉണ്ടെങ്കിൽ മാത്രമേ എഡ്യൂക്കേഷണൽ ലോൺ സാങ്ഷൻ ആക്കുള്ളൂ. പക്ഷേ ചില ഗവൺമെന്റ് ബാങ്ക്സ് ഉണ്ട് 7.5 lakhs മുകളിലും പ്രോപ്പർട്ടി ഇല്ലാതെ ലോൺ സാങ്ഷൻ ആക്കും. ബട്ട് ദ ലിമിറ്റ് ടു ദാറ്റ് ലോൺ amount is 50 lakhs. ഓൾസോ വേൾഡ് റാങ്കിങ്ങിൽ 100 താഴെ വരുന്ന യൂണിവേഴ്സിറ്റീസ് മാത്രമേ അത് എലിജിബിൾ ആയിട്ടുള്ളൂ, which follows by a lot of other conditions. So, for government banks, process most of it will be offline. അതായത് നിങ്ങൾ ഒരുപാട് തവണ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യേണ്ടി വരും. ബട്ട് ഇഫ് യു ആർ അപ്ലൈങ് വയ WeMakeScholars, ബ്രാഞ്ച് വിസിറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരിക്കും. ഫൈനാൻഷ്യൽ ഓഫീസർ ഓഫ് WeMakeScholars will do the entire work of coordination with the bank staff. ഓൾസോ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫൈനാൻഷ്യൽ ഓഫീസറെ കോൺടാക്ട് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് വിദ്യാലക്ഷ്മി പോർട്ടലിലോ WeMakeScholars പോർട്ടലിലോ ലോഗിൻ ചെയ്യാം. ലോഗിൻ പോർട്ടൽ ഏതാണെങ്കിലും WeMakeScholars ടീം വിൽ അസിസ്റ്റ് യു ഔട്ട്, അതും ഫ്രീ ഓഫ് കോസ്റ്റ്. പക്ഷേ വിദ്യാലക്ഷ്മി പോർട്ടലിൽ നിങ്ങൾ ഡയറക്റ്റായി ലോഗിൻ ചെയ്യുവാണെങ്കിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഗ്ലിച്ചോ വന്നാൽ എൻറ്റയർ പ്രോസസ് വിൽ ബി ഗോയിങ് റോങ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായി ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യാതിരിക്കുക. ടേക്ക് ദി ഹെൽപ്പ് ഓഫ് യുവർ ഫൈനാൻഷ്യൽ ഓഫീസർ റൈറ്റ് അവേ. ലോണിന് അപ്ലൈ ചെയ്യാനായി നമ്മൾ പ്ലെഡ്ജ് ചെയ്യുന്ന കൊലാട്രൽ ഇരിക്കുന്ന സിറ്റി അല്ലെങ്കിൽ വില്ലേജ് പ്രകാരമുള്ള ഡോക്യുമെന്റ്സ് അറേഞ്ച് ചെയ്യലാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി നിങ്ങൾ WeMakeScholars പോർട്ടലിൽ ലോഗിൻ ചെയ്യുവാണെങ്കിൽ എൻറ്റയർ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സിന്റെ ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പ്രോപ്പർട്ടി ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ്സിന്റെ ലീഗാലിറ്റി അതുപോലെ തന്നെ വെച്ചിട്ടുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂ അളക്കുക എന്നുള്ളതാണ് തേർഡ് സ്റ്റേജ്. നോർമലി ഈ സ്റ്റേജ് ആണ് കുറച്ച് ട്രിക്കി, കാരണം ബ്രാഞ്ചസിന്റെ ഫേവറേറ്റിസം, ഏത് ഫയൽ ആദ്യം എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ടൊക്കെ ചെറിയ ഡിലേ ഉണ്ടാവും. പക്ഷേ ഇഫ് യു ആർ അപ്ലൈങ് ത്രൂ WeMakeScholars ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ബിക്കോസ് വി ആർ ദ ബാങ്ക്സ് ഒഫീഷ്യൽ നാഷണൽ ഡിജിറ്റൽ പാർട്ട്ണർ ആൻഡ് എ ഗവൺമെന്റ് ഫണ്ടഡ് ഓർഗനൈസേഷൻ. പ്ലസ് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ WeMakeScholars ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഓഫീസർ അല്ലെങ്കിൽ റീജിയണൽ ഹെഡ് വിൽ ഫോളോ അപ്പ് വിത്ത് ദം ആൻഡ് റിസോൾവ് ദ ഇഷ്യൂ റൈറ്റ് അവേ. ഇനി ലീഗൽ റിപ്പോർട്ടും വാല്യൂഷൻ റിപ്പോർട്ടും പോസിറ്റീവ് ആകുവാണെങ്കിൽ ഫയൽ പ്രോസസ്സിംഗ് സെന്ററിൽ പോയിട്ട് സാങ്ഷൻ ആകും. ലെറ്റ്സ് സേ നിങ്ങളുടെ പ്രോപ്പർട്ടി ഒരു സിറ്റിയിലും നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് വേറൊരു സിറ്റിയിലും ആണെങ്കിൽ WeMakeScholars ക്യാൻ ഡു ദി എൻറ്റയർ പ്രോസസ്. ജസ്റ്റ് പ്രോപ്പർട്ടി വാല്യൂഷന്റെ സമയത്ത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും അവിടെ ഉണ്ടാവണമെന്ന് മാത്രം. മൾട്ടി സിറ്റി പ്രോസസ് WeMakeScholars ത്രൂ അല്ലെങ്കിൽ ഒരിടത്തും സാങ്ഷൻ ആവില്ല. അതേസമയം ഒരു കേസിൽ ഡയറക്റ്റായി സ്റ്റുഡൻറ് മൾട്ടി സിറ്റി കേസ് അപ്രോച്ച് ചെയ്തു, ഒരു ബ്രാഞ്ച് മാനേജർ ആക്സെപ്റ്റ് ചെയ്തു, മറ്റൊരു ബ്രാഞ്ച് മാനേജർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് സ്റ്റുഡൻസ് ഡയറക്റ്റ് ആയിട്ട് പോകുമ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒഴിവാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് WeMakeScholars ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യും. ലോൺ അപ്രൂവ് ആയതിനു ശേഷം സ്റ്റുഡൻറ്റും കോ ആപ്ലിക്കൻറ്റും ബാങ്കിൽ പോയി ലോൺ അഗ്രിമെന്റ് സൈൻ ചെയ്യുക, അതുപോലെ തന്നെ മോർഗേജും ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ഫൈനൽ സ്റ്റെപ്പ്. ഇതിന് ശേഷമാണ് നമുക്ക് ഡിസ്ബേഴ്സ്മെന്റ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പ്ലീസ് നോട്ട് ദാറ്റ് നമ്മൾ സാങ്ഷൻ ആവുന്ന എമൗണ്ടിനല്ല പലിശ അടയ്ക്കേണ്ടത്. സാങ്ഷൻ ആയി നമ്മൾ അതിന് എത്രയാണോ ഡിസ്ബേഴ്സ് ചെയ്യുന്നത് അതിന്റെ മുകളിൽ മാത്രമായിരിക്കും പലിശ ഈടാക്കുന്നത്. ഇതാണ് ഗവൺമെന്റ് ബാങ്ക്സിൽ സെക്യൂർഡ് ലോൺസ് എടുക്കുന്നതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. ഇനി നമുക്ക് പ്രോപ്പർട്ടി ഇല്ലാതെ പ്രൈവറ്റ് അല്ലെങ്കിൽ NBFCസിൽ നിന്ന് എങ്ങനെ ലോൺ എടുക്കാമെന്നുള്ളത് നോക്കാം. നോൺ കൊലാട്രൽ അല്ലെങ്കിൽ അൺസെക്യൂർഡ് ലോൺ എടുക്കുന്നതിനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. സെക്യൂരിറ്റി, അതായത് കൊലാട്രൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അൺസെക്യൂർഡ് ലോൺസ് കുറച്ച് ഫാസ്റ്റർ ആയിട്ടായിരിക്കും സാങ്ഷൻ ആകുന്നത്. പക്ഷേ കേരളത്തിൽ എപ്പോഴും അൺസെക്യൂർഡ് ലോൺ സാങ്ഷൻ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അൺസെക്യൂർഡ് ലോൺസിനേക്കാളും കൂടുതൽ പ്രിഫറൻസ് സെക്യൂർഡ് ലോൺസിനായിരിക്കും. ബട്ട് ഡോണ്ട് വറി, നമ്മുടെ WeMakeScholars ഫൈനാൻഷ്യൽ ഓഫീസർ വിൽ ഹെൽപ്പ് യു ഔട്ട് ഈദർ വേ.
ഇവിടെയും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ്സ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ WeMakeScholars ഫൈനാൻഷ്യൽ ഓഫീസർ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ് തരും. അതിന്റെ കൂടെ തന്നെ ഒരു അപ്ലോഡിംഗ് ലിങ്കും അയക്കുന്നതായിരിക്കും. ഫിസിക്കലി നിങ്ങൾ ബാങ്കിൽ വിസിറ്റ് ചെയ്യേണ്ട എന്ന് മാത്രമല്ല, അറ്റ് എ ടൈം 15 ഡിഫറെന്റ് ലോൺ പ്രൊഡക്ട്സിന് നിങ്ങൾക്ക് റെക്കമെൻഡേഷനും കിട്ടും. ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ഏതാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഓഫീസർ നിങ്ങൾക്ക് അഡ്വൈസും ചെയ്യും. നിങ്ങൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലിങ്ക് ഈസ് വൺ ഓഫ് ദ സേഫസ്റ്റ് പ്ലാറ്റ്ഫോംസ്. നിങ്ങൾക്ക് അല്ലാതെ വേറൊരാൾക്കും ആ ഡോക്യുമെന്റ്സിന് ആക്സസ് ഇല്ല എന്ന് മാത്രമല്ല, അത് OTP പ്രൊട്ടക്റ്റഡും കൂടിയാണ്. അതുകൊണ്ട് തന്നെ റാൻഡം ഇമെയിൽസിലേക്കും വാട്സാപ്പിലേക്കും ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് സേഫറാണ് ഈ ഡോക്യുമെന്റ് അപ്ലോഡിംഗ് ലിങ്ക്. വിശ്വാസം വന്നില്ല? ഗൂഗിൾ, കോറ, ലിങ്ക്ഡിൻ എന്നീ പ്ലാറ്റ്ഫോംസിൽ സ്റ്റുഡൻസ് പോസ്റ്റ് ചെയ്തിട്ടുള്ള thousands of reviews about WeMakeScholars check you, especially about their document safety. ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ലോഗിൻ ചെയ്തതിന് ശേഷം 1-2 ദിവസത്തിനുള്ളിൽ റെസ്പെക്റ്റീവ് ബാങ്ക്സിന്റെ വെരിഫിക്കേഷൻ ടീം അതുപോലെ തന്നെ ക്രെഡിറ്റ് ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോൺ അടുത്ത ദിവസം തന്നെ സാങ്ഷൻ ആവും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയില്ലെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡോണ്ട് മിസ് ഔട്ട് ഓൺ വാച്ചിങ് ദാറ്റ്. ലോൺ സാങ്ഷൻ ആയതിനു ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതായത് ലോൺ എമൗണ്ട് എത്രയാണ്, സാങ്ഷൻ ആയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, അതുപോലെ തന്നെ പ്രോസസിംഗ് ഫീ എത്രയാണെന്നുള്ളത് റെസ്പെക്റ്റീവ് ബാങ്ക്സിന്റെ അല്ലെങ്കിൽ NBFCസിന്റെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ സ്റ്റേജിൽ WeMakeScholars ടീം മേലെ പറഞ്ഞ ഒவ்வொരു ടേംസും നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഓഫീസർ വിൽ ബി ദെയർ വിത്ത് യു എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ. ആഫ്റ്റർ ഫൈനലൈസേഷൻ ബെസ്റ്റ് ഓഫർ തരുന്ന ബാങ്ക് അല്ലെങ്കിൽ ലെൻഡറിന് പ്രോസസിംഗ് ഫീ പേ ചെയ്തതിന് ശേഷം സാങ്ഷൻ കൺഫേം ആവും. അതിനുശേഷം യു വിൽ ഹാവ് ടു സൈൻ ദ ലോൺ അഗ്രിമെന്റ്. NBFCയിലാണ് ലോൺ സാങ്ഷൻ ആകുന്നതെങ്കിൽ സ്റ്റാമ്പ് പേപ്പർ വാങ്ങി ലോൺ അഗ്രിമെന്റ് സൈൻ ചെയ്ത് അയച്ചു കൊടുക്കാവുന്നതാണ്. അത് തന്നെ പ്രൈവറ്റ് ബാങ്കിലാണ് സാങ്ഷൻ ആകുന്നതെങ്കിൽ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയി സ്റ്റാമ്പ് പേപ്പർ അതുപോലെ തന്നെ ലോൺ അഗ്രിമെന്റ് സൈൻ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ബോത്ത് ദ സിനാരിയോസ് സ്റ്റാമ്പ് പേപ്പറിനുള്ള പൈസ യു വിൽ ഹാവ് ടു പേ ഫ്രം യുവർ പോക്കറ്റ്സ്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആയിരിക്കും ലോൺ പ്രോസസ്സിന് വേണ്ടത്? ഞാൻ ഇനി പറയാൻ പോകുന്ന ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ബാങ്ക്സിനും NBFCസിനും പ്രൈവറ്റ് ബാങ്ക്സിനും സെയിം ആയിരിക്കും. പക്ഷേ ഫൈനൽ ലിസ്റ്റ് ഇതായിരിക്കില്ല, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിരിക്കും. പ്രൊഫൈൽ ടു പ്രൊഫൈൽ ബേസിസ്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഓഫീസറിനെ കോൺടാക്ട് ചെയ്യും. സ്റ്റുഡൻറ് നീഡ്സ് ടു ഹാവ് പാസ്പോർട്ട്, പാൻ കാർഡ്, അഡ്രസ് പ്രൂഫ്, അതായത് ഇപ്പം നമ്മൾ താമസിക്കുന്ന കറണ്ട് അഡ്രസ്സിന്റെ പ്രൂഫ്, അതുപോലെ തന്നെ പെർമനന്റ് അഡ്രസ്സിന്റെ പ്രൂഫ്, അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ്, 10th സർട്ടിഫിക്കറ്റ്സ്, 12th സർട്ടിഫിക്കറ്റ്സ്, ബാച്ചിലേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ്, ഓഫർ ലെറ്റർ, അതായത് ഏത് കൺട്രിയാണ് പോകുന്നത് ആ യൂണിവേഴ്സിറ്റി എന്നുള്ള ഓഫർ ലെറ്റർ, അതുപോലെ തന്നെ ലിവിംഗ് എക്സ്പെൻസിന്റെ പ്രൂഫ്, IELTS, GRE, TOEFL ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും എൻട്രൻസ് എക്സാംസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫ്. കോ ആപ്ലിക്കന്റ് ഷുഡ് ഹാവ് ലാസ്റ്റ് 2 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺസ് അല്ലെങ്കിൽ ഇൻകം പ്രൂഫ്. രണ്ടാമത്തത്, ഇപ്പം കോ ആപ്ലിക്കന്റ് സാലറീഡ് ആണെങ്കിൽ സാലറി സ്ലിപ്സ്, അഥവാ ഇനി ബിസിനസ് ഓണർ ആണെങ്കിൽ ബിസിനസ് രജിസ്ട്രേഷൻ പ്രൂഫ്സ്. സോ എൻറ്റയർ ഡോക്യുമെന്റ്സിനെ കുറിച്ചൊരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ലാസ്റ്റ് വീഡിയോ കാണാൻ മറക്കണ്ട, മേലെയുള്ള ലിങ്കിലുണ്ട്. അവിടെ നമ്മൾ അൺസെക്യൂർഡ് ലോൺസിന്റെ എലിജിബിലിറ്റി മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് സെക്യൂർഡ് ലോൺസിനെ കുറിച്ചുള്ള എലിജിബിലിറ്റി അറിയാനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ഒരു കോൾ ബാക്ക് അല്ലെങ്കിൽ ലിങ്കിലുള്ള ഡിസ്ക്രിപ്ഷനിൽ ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ ഗൈസ്. മൊത്തം കണ്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കണ്ട. അല്ലെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് യുവർ ഫൈനാൻഷ്യൽ ഓഫീസർ. നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ഫൈനാൻഷ്യൽ ഓഫീസർ WeMakeScholars ടീമിൽ നിന്ന് അസൈൻഡ് ആയിരിക്കും ഫോർ യുവർ എൻറ്റയർ ലോൺ പ്രോസസ്. അതിനായി താഴെ കാണുന്ന നമ്പറിൽ ഒരു കോൾ ബാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്കിലുള്ള ഡിസ്ക്രിപ്ഷനിൽ ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യാം. അപ്ലൈയിങ് വയ WeMakeScholars സേവ്സ് യു എ ലോട്ട് ഓഫ് ടൈം. കാരണം ഓരോ ബാങ്കിനെയും തെരഞ്ഞു കണ്ടുപിടിച്ച് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അന്വേഷിക്കേണ്ട ആവശ്യം ഇവിടെയില്ല. Our team is trained by the head offices of each bank and NBFCs. And നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഓഫീസേഴ്സ് ഡെയിലി ഒരു 100-ലധികം ഫയൽസ് കാണുന്നുണ്ടായിരിക്കും, വിച്ച് മീൻസ് ദേ ഹാവ് ദ എക്സ്പെർട്ടീസ് ആൻഡ് ദ നോളജ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വി നെഗോഷിയേറ്റ് ഓൺ യുവർ ബിഹാഫ്. വിശ്വാസം വന്നില്ല? ഗൂഗിൾ, കോറ, ലിങ്ക്ഡിൻ എന്നീ പ്ലാറ്റ്ഫോംസിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള thousands of reviews about WeMakeScholars ചെക്ക് ചെയ്യൂ. കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ് സോ ദാറ്റ് വി വിൽ നോ ഇറ്റ് വാസ് യൂസ്ഫുൾ. ആൻഡ് ഇനി വരുന്ന വീഡിയോസും മറക്കാതെ കാണും. കേരളത്തിൽ നിന്ന് മാത്രം ലാസ്റ്റ് 6 months ആയി 2000-ലധികം ഫയൽസ് ലോവസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എഡ്യൂക്കേഷണൽ ലോൺ നമ്മൾ സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീ ഓർത്ത് വിഷമിക്കേണ്ട. എൻറ്റയർ ലോൺ സപ്പോർട്ട് is free of cost through WeMakeScholars because WeMakeScholars is funded and supported by Government of India under the Digital India campaign. Bye. See you soon.